ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാനിപ്പം അടുപ്പിച്ച് 2-3 മരുന്നിനെക്കുറിച്ചൊക്കെ വീഡിയോ ഇട്ടപ്പം നിങ്ങൾക്കൊക്കെ ഒരു ഡൗട്ട് കാണുമായിരിക്കും, കണ്ടവർക്കൊരു ഡൗട്ട് കാണും. ഒ ടി സി എന്ന് പറയുന്നല്ലോ, ഇവളെന്താണ് ഈ ഒ ടി സി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പലർക്കും അങ്ങനൊരു ഇത് വന്നു കാണുമായിരിക്കും. അപ്പോൾ ഒ ടി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒ ടി സിയുടെ അണ്ടറിൽ വരുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഓവർ ദ കൗണ്ടർ ഡ്രഗ്സ് എന്ന് പറയും. അതായത് നമുക്ക് ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങാൻ പറ്റുന്ന മരുന്ന്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് പനിക്കുള്ള മരുന്ന്, ചുമയ്ക്കുള്ള മരുന്ന്, തുമ്മലിനുള്ള മരുന്ന്, ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറിൻ്റെ കുറിപ്പടി ഇല്ലാതെ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിൽ പലരും പോയി നമുക്ക് എന്തെങ്കിലും ഒരു പനിയോ ജലദോഷമോ വന്നാൽ നമ്മൾ ചെല്ലുമ്പോൾ മരുന്ന് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മരുന്ന് കിട്ടുന്നത്. അത് ഈ ഒ ടി സി ഡ്രഗ്സ് ആയതുകൊണ്ടാണ്. അതിൻ്റെ സെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റേഷനോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് സേഫായിട്ട് കൊടുക്കാം. കാരണം ഒ ടി സി എന്ന് പറഞ്ഞാൽ തന്നെ സേഫ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പേഷ്യൻസിനായാലും നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതേപക്ഷം നിങ്ങളൊരു ആൻറ്റിബയോട്ടിക്സ് പോയി അന്വേഷിച്ച് നോക്കൂ, നിങ്ങൾക്കത് കിട്ടത്തില്ല. കാരണം അത് ഷെഡ്യൂൾ എച്ച് വരുന്ന ഡ്രഗ്സാണ്. അത് കംപ്ലീറ്റ്ലി ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒ ടി സി ഡ്രഗ്സിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഉള്ളതുകൊണ്ടാണ് ഞാനത് പറയുകയും ചെയ്യുന്നത്. പിന്നെ ഏതൊരു മെഡിസിൻ യൂസ് ചെയ്താലും അതിൻ്റെ കുറച്ച് സൈഡ് എഫക്ട്സും അതിൽ പ്രിക്കോഷൻ എടുക്കേണ്ട കാര്യവും ഞാൻ എൻ്റെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാവുന്ന അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്നുമുണ്ട്. ഫംഗൽസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് വരും. അതുകൊണ്ട് തന്നെ അതിനൊരു പീരീഡ് ഉണ്ട്. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് അസുഖം മാറുന്നിടം വരെ അത് യൂസ് ചെയ്ത് നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയുന്ന ഇൻഫർമേഷൻസൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത ഒരു ഇൻഫർമേഷനുമായിട്ട് വരാം. അതുവരെയും ബൈ ഗായ്സ്.